സഞ്ജുവിന്റെ അടുത്ത മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഡിസംബർ 23-നാണ് സഞ്ജു കളിക്കാനിറങ്ങുന്നത്. സഞ്ജുവിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജു അവസാനമായി കളിച്ചത് സയ്യിദ് മുസ്താഖ് അലിയിലാണ്. ആദ്യം സഞ്ജു മികച്ച കളി കാഴ്ചവെച്ചെങ്കിലും പിന്നീട് സഞ്ജു നിറമങ്ങി. അവസാനത്തെ 2 മാച്ചിൽ സഞ്ജുവിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കേരളം ഇപ്പോൾ സയ്യിദ് മുസ്താഖ് അലിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. നിർണായക മത്സരത്തിൽ ആന്ധ്രയോട് തോറ്റാണ് കേരളം പുറത്തായിരിക്കുന്നത്. കേരളത്തിന്റെ ഗ്രൂപ്പിൽ നിന്ന് മുംബൈയും ആന്ധ്രയും പ്രീ ക്വാർട്ടറിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സഞ്ജുവിന് അടുത്ത മാച്ച് വന്നെത്തിയിരിക്കുകയാണ്. ഡിസംബർ 23-നാണ് കേരളത്തിന്റെ അടുത്ത മാച്ച്. വിജയഹസാരെ ട്രോഫിയാണ് ആരംഭിക്കുന്നത്. സഞ്ജുവിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സയ്യിദ് മുസ്താഖ് അലിയിൽ സഞ്ജുവിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ വിജയഹസാരെ ഏകദിനമാണ്. സഞ്ജു അവസാനം കളിച്ചത് സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെയാണ്. ആ ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജുവിന് ഇതുവരെ 14 മാച്ചിൽ നിന്ന് 510 റൺസ് എടുത്തിട്ടുണ്ട്. മികച്ച റെക്കോർഡ് സഞ്ജുവിന് ഏകദിനത്തിലുണ്ട്. വിജയഹസാരെ ട്രോഫിയിൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഇന്ത്യയുടെ ഏകദിന ടീമിൽ സഞ്ജുവിന് ഇടം പിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഞ്ജു രണ്ടും കൽപ്പിച്ചാണ് വരുന്നത്. സഞ്ജുവിന്റെ അടുത്ത വെടിക്കെട്ട് ഡിസംബർ 23-ന് നമുക്ക് കാണാൻ സാധിക്കും. അവസാന മാച്ചിൽ സെഞ്ചുറി അടിച്ചിട്ടും സഞ്ജുവിന് പിന്നീട് ഇന്ത്യയുടെ ഏകദിന ടീമിൽ എടുത്തിട്ടില്ല. വീണ്ടും ഫോമിലേക്ക് എത്തി ഇന്ത്യൻ ടീമിൽ എത്താനാണ് സഞ്ജുവിന്റെ പദ്ധതി. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.